Very good morning to all. Today we will discuss about basic roles of manager. Manager is responsible to integrate all the activities which are performed in an organization. In other words, he has to coordinate the talents of people working under him for the purpose of achieving the organizational goals. The role of a manager get much importance than other executives in an organization. Hence, a manager's job is very much complex and requires some special qualities to be a head. A manager is responsible to integrate all the activities which are performed in an organization. ഒരു ഓർഗനൈസേഷനിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന എല്ലാ ആക്ടിവിറ്റിയെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സംയോജിപ്പിക്കാനുള്ള ഉത്തരവാദിത്തമാരിൽ നിക്ഷിപ്തമാണ്, മാനേജറിൽ നിക്ഷിപ്തമാണ്. ഇൻ അതർ വേർഡ്സ്, വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് ടു കോർഡിനേറ്റ് ദ ടാലൻസ് ഓഫ് പീപ്പിൾ വർക്കിംഗ് അണ്ടർ ഹിം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് അച്ചീവിങ് ദ ഓർഗനൈസേഷണൽ ഗോൾ. ഓർഗനൈസേഷൻ്റെ ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ടാലൻറ്റ്, കഴിവുകളെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കോർഡിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നയാളാണ് മാനേജർ. So the role of a manager get much importance than other executive in an organization. ഒരു ഓർഗനൈസേഷനിലെ ബാക്കിയുള്ള എക്സിക്യൂട്ടീവിനെക്കാട്ടിൽ കൂടുതൽ എന്താണ് പ്രാധാന്യം ആരുടെ റോളിനാണ്? ഈ മാനേജറുടെ റോളിനാണ്. അതുകൊണ്ട് തന്നെ എ മാനേജേഴ്സ് ജോബ് ഈസ് വെരി മച്ച് കോംപ്ലക്സിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ആ മാനേജറുടെ ജോലി എന്ന് പറയുന്നത് കുറേ കോംപ്ലക്സിറ്റീസ് അതിലടങ്ങിയിട്ടുണ്ട്. ആൻഡ് റിക്വയർ സം സ്പെഷ്യൽ ക്വാളിറ്റീസ് ടു ബി എ ഹെഡ്. അല്ലെ, ഒരു ഹെഡ് ആവണമെന്നുണ്ട് എങ്കിൽ കുറച്ച് സ്പെഷ്യൽ ക്വാളിറ്റീസ് എന്ത് വേണം? ആവശ്യമായിട്ട് ഉണ്ട്. മാനേജേഴ്സ് പ്ലേ എ വെറൈറ്റി ഓഫ് റോൾസ് ഇൻ ഓർഗനൈസേഷൻ ടു മാനേജ് ദ വർക്ക്. അവരുടെ ഓർഗനൈസേഷനിലെ വർക്കിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് റോൾസ് എന്ത് ചെയ്യുന്നുണ്ട്? പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഹെൻറി മിൻസ്ബർഗ് ക്രിട്ടിസൈസ്ഡ് ദ ട്രഡീഷണൽ ഫങ്ഷണൽ അപ്രോച്ച്. അപ്പം ഈ ട്രഡീഷണൽ ഫങ്ഷണൽ അപ്രോച്ച്, പ്ലാനിങ്, ഓർഗനൈസിങ്, അല്ലേ, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ട്രഡീഷണൽ മാനേജീരിയൽ ഫങ്ഷണൽ അപ്രോച്ച് ഉണ്ടല്ലോ. ഈ മാനേജീരിയൽ ഫങ്ഷണൽ അപ്രോച്ചിനെ ആര് ക്രിട്ടിസൈസ് ചെയ്യുന്നു? ഹെൻറി മിൻസ്ബർഗ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തിങ്കർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഹി കൺക്ലൂഡഡ് ദാറ്റ് ഫങ്ഷൻസ് ടെൽ അസ് ലിറ്റിൽ അബൌട്ട് വാട്ട് മാനേജേഴ്സ് ആക്ച്വലി ഡു. അപ്പം എന്താണ്? അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ മാനേജീരിയൽ ഫങ്ഷൻസ് ഒക്കെ നമ്മളോട് പറയുന്നത്, മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന രീതിയിൽ നമ്മളോട് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇതല്ല, അതിൽ കൂടുതലും കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഫങ്ഷൻസിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, മാനേജേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ആഫ്റ്റർ സ്റ്റഡിയിങ് സെവറൽ മാനേജേഴ്സ് അറ്റ് വർക്ക്, മിൻസ്ബർഗ് ക്ലാസിഫൈഡ് ദെയർ ബിഹേവിയേഴ്സ് ഇൻ ടു 3 ഡിസ്റ്റിങ്ക്റ്റ് ഏരിയാസ് ഓർ റോൾസ്: ഇൻ്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ ആൻഡ് ഡിസിഷണൽ. അപ്പം എന്താണ്? മാനേജേഴ്സിനൊക്കെ ഒരുപാട് അവരുടെ മാനേജേഴ്സിൻ്റെ വർക്കിനൊക്കെ പഠിച്ചതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ മാനേജേഴ്സിനെ റോളിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? 3 ഏരിയകളായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അതാണ് ഇൻ്റർപേഴ്സണൽ, ഇൻഫോർമേഷണൽ ആൻഡ് ഡിസിഷണൽ. അപ്പോൾ റോൾസ് ഓഫ് മാനേജർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൻസ്ബർഗിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇൻ്റർപേഴ്സണൽ റോള്, ഇൻഫോർമേഷണൽ റോള് ആൻഡ് ഡിസിഷണൽ റോൾ എന്നുള്ളതാണ്. നമുക്ക് ഇൻ്റർപേഴ്സണൽ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഫിഗർ ഹെഡ് ഉണ്ടാവും, ലീഡർ, ലൈസൺ, അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ഇൻഫോർമേഷൻ. ദെൻ ഇൻഫോർമേഷനിൽ എന്താണ്? മോണിറ്റർ, ഡിസെമിനേറ്റർ, സ്പോക്സ് പേഴ്സൺ, അത് പ്രോസസ് ഇൻഫോർമേഷനാണ്. ഇനി ഡിസിഷനിലാണ് എന്ത് ചെയ്യുക? നമ്മൾ ഈ ഇൻഫർമേഷൻസൊക്കെ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. എൻ്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ, നെഗോഷിയേറ്റർ. ഓക്കെ, സോ ദീസ് ആർ എന്താണ് ക്ലാസിഫിക്കേഷൻ. ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. ഇൻ്റർപേഴ്സണൽ റോൾസ്. സോ ഇൻ്റർപേഴ്സണൽ റോൾസ് ആർ പ്രൈമർലി സോഷ്യൽ ഇൻ നാച്ചർ. ദാറ്റ് ഈസ്, ദേ ആർ ദ റോൾസ് ഇൻ വിച്ച് മാനേജേഴ്സ് മെയിൻ ടാസ്ക് ഈസ് ടു റിലേറ്റ് ടു അതർ പീപ്പിൾ ഇൻ സർട്ടൺ വേയ്സ്. സോ 3 ഇമ്പോർട്ടൻറ്റ് ഇൻ്റർപേഴ്സണൽ റോൾസ് ആർ ഫിഗർ ഹെഡ്, ലീഡർ ആൻഡ് ദ ലൈസൺ. എന്താണ്?
അപ്പോൾ നോക്കുക, ഇൻ്റർപേഴ്സണൽ റോൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻ നേച്ചർ, എന്താണ് ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കുന്ന എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം, ദാറ്റ് ഈസ് ദേ ആർ ദ റോൾസ് ഇൻ വിച്ച് മാനേജേഴ്സ് മെയിൻ ടാസ്ക് ഈസ് ടു റിലേറ്റ് ടു അതർ പീപ്പിൾ. എന്താണ്, ആ ബാക്കിയുള്ള ആളുകളുമായിട്ട് ചില രീതികളിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെടുക, അല്ലെങ്കിൽ എന്താണ് ഒരു സൊസൈറ്റൽ ആയിട്ടുള്ള എന്താണ് റിലേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്, ഇൻ്റർപേഴ്സണൽ റോൾസിൽ പറയുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്: ഫിഗർ ഹെഡ്, ലീഡർ, ലെയ്സൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഫിഗർ ഹെഡ്? ഇൻ ദിസ് റോൾ എവരി മാനേജർ ഹാസ് ടു പെർഫോം സം ഡ്യൂട്ടീസ് ഓഫ് എ സെറിമോണിയൽ നാച്ചർ such as എന്താണ് greetings the touring dignitaries, attending the wedding of an employee, taking an important customer to lunch and so on. അപ്പോൾ സെറിമോണിയൽ നേച്ചർ എന്താണ്? സെറിമോണിയൽ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ആഡംബരപരമായിട്ടുള്ള ഒരു ഔപചാരികയുടെ പേരിലുള്ള. സോ ഈ റോൾ, അങ്ങനെയുള്ള റോളുകളാണ് അതിൽ പെർഫോം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഹെഡായിരിക്കുക എന്ത് ചെയ്യുക, അയാളുടെ കീഴിലുള്ള ഒരാളുടെ കല്യാണത്തിന് പോവുക, അതേപോലെ എന്താണ് ഈ നമ്മുടെ ടൂറിംഗ് ഡിഗ്നിറ്ററീസിനൊക്കെ എന്ത് ചെയ്യുക, അവരൊക്കെ വിഷ് ചെയ്യുക, അതേപോലെ എന്താണ് പ്രധാനപ്പെട്ട ഒരു കസ്റ്റമറിനെ ലഞ്ചിന് എന്ത് ചെയ്യുക, ക്ഷണിക്കുക. ഈ രീതിയിലൊക്കെ ഉള്ള എന്താണ് ഫങ്ഷൻസാണ് ഫിഗർ ഹെഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടത്, ആ റോൾ എന്ത് ചെയ്യേണ്ടത് ഒരു മാനേജർ നിർവഹിക്കേണ്ടത്. അടുത്താണ് ലെയ്സൺ. സോ ഇൻ ദിസ് റോൾ ഓഫ് ലെയ്സൺ എവരി മാനേജർ മസ്റ്റ് കൾട്ടിവേറ്റ് കോണ്ടാക്ട്സ് ഔട്ട്സൈഡ് ഹിസ് വെർട്ടിക്കൽ ചെയിൻ ഓഫ് കമാൻഡ് ടു കളക്ട് ഇൻഫോർമേഷൻ യൂസ്ഫുൾ ഫോർ ഹിസ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. അതായത് എന്താണ്, പുറത്തുള്ള ആളുകളുമായിട്ട് പല കോണ്ടാക്റ്റുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഓർഗനൈസേഷന് ഉപയുക്തമാകുന്ന തരത്തിലുള്ള എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് റോൾ ഓഫ് ലെയ്സൺ. എവരി മാനേജർ മസ്റ്റ് കൾട്ടിവേറ്റ് കോണ്ടാക്ട് ഔട്ട്സൈഡ് ഹിസ് വെർട്ടിക്കൽ ചെയിൻ ഓഫ് കമാൻഡ്. അതായത് അയാളുടെ കീഴിലുള്ള ആളുകളായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലാതെ അതിന് പുറത്തുള്ള ആളുകളുമായിട്ടും എന്ത് ചെയ്യുക, കോണ്ടാക്റ്റ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കളക്ട് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ ഹിസ് ഓർഗനൈസേഷൻ. അയാളുടെ എന്താണ് ഓർഗനൈസേഷന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അത് കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് കോണ്ടാക്ട്സുകൾ എന്ത് ചെയ്യുക, ഔട്ട്സൈഡ് ഓർഗനൈസേഷനുള്ള കോണ്ടാക്ട്സുകൾ ഡെവലപ്പ് ചെയ്യുക. The leader. As a leader, every manager must motivate and encourage his employee. ലീഡർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, മാനേജർ എന്ത് ചെയ്യണം, അയാളുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ആൻഡ് ഹി മസ്റ്റ് ആൾസോ ട്രൈ ടു റിക്കൺസിൽ ദെയർ ഇൻഡിവിജ്വൽ നീഡ്സ് വിത്ത് ദ ഗോൾസ് ഓഫ് ദി ഓർഗനൈസേഷൻ. എന്താണ് ആ ഓർഗനൈസേഷണൽ ഗോളും ഇൻഡിവിജ്വൽ നീഡ്സും തമ്മിലുള്ള എന്താണ് ഒരു റിക്കൺസിലേഷൻ ആർക്ക് ആവണം, മാനേജർക്ക് ആവണം. 2 കാര്യങ്ങളും നടക്കണം. ഇൻഡിവിജ്വലിൻ്റെ ഗോൾസും അച്ചീവ് ചെയ്യാൻ പറ്റണം, അതേപോലെ ഓർഗനൈസേഷണൽ ഗോളും എന്ത് ചെയ്യണം, അച്ചീവ് ചെയ്യുവാൻ സാധിക്കണം. അടുത്തതാണ് എന്ത്, ഇൻഫോർമേഷണൽ റോൾ. സോ ഇൻഫോർമേഷണൽ റോൾസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻഫോർമേഷൻ ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ദ മാനേജർ ഈസ് ദ നെർവ് സെൻറ്റർ ഓഫ് ഹിസ് യൂണിറ്റ്. അപ്പോൾ എന്താണ് ഇൻഫോർമേഷണൽ റോൾ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇൻഫർമേഷൻ എന്നാണ് ഒരു ഓർഗനൈസേഷൻ്റെ ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത്. മാനേജർ അതിൻ്റെ എന്താണ് നെർവ് സെൻറ്ററിൽ എന്താണ് നാഡീവ്യൂഹവും നാഡീവ്യവസ്ഥയൊക്കെയാണ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഇൻഫർമേഷൻ റോൾസ് ഇൻവോൾവ് സം ആസ്പെക്ട്സ് ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിങ്. എന്താണ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ആണ് അതിലെന്ത് ചെയ്യുന്നത്, സം റോൾസ് ഓഫ് എന്താണ് ഇൻഫർമേഷൻ പ്രോസസ്സിങ് ആണ് ഈ ഇൻഫർമേഷൻ റോൾസിൽ വരുന്നത്. പ്രധാനമായിട്ടുമുള്ളത് 3 key information roles are monitor and the disseminator and the spokesperson. ഈ 3 പ്രധാനമായിട്ടുള്ള റോളായിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. നോക്കാം. മോണിറ്റർ. As a monitor, the manager has to perpetually scan his environment for information, interrogate his liaison contacts and his subordinates, and receive unsolicited information, much of it as a result of the network of personal contact he has developed. അപ്പോൾ നോക്കുക, ആസ് എ മോണിറ്ററിൽ എന്താണ് ഒരു മോണിറ്റർ എന്നുള്ള രീതിയിൽ മാനേജർ എന്താ ചെയ്യേണ്ടത്, പെർപെച്വലി കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സ്കാൻ ഹിസ് എൻവയോൺമെൻറ്റ് ഫോർ ഇൻഫർമേഷൻ. എന്താണ് അയാളുടെ എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിലേക്ക് എന്ത് ചെയ്യുക, ആവശ്യമുള്ള എന്താണ്
ആവശ്യമുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ മാക്സിമം എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ആൻഡ് ഇൻറ്റോഗ്രേറ്റ് ഈസ് ലൈസൺ കോൺടാക്ട്സ്. നമ്മൾ പറഞ്ഞു ലൈസൺ കോൺടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ട്സൈഡിലുള്ള ആളുകളുമായിട്ടുള്ള കോൺടാക്ട്സ് ആണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അയാളുടെ സബോർഡിനേറ്റ്സിൽ നിന്ന് ആൻഡ് റിസീവ് അൺസോളിസിറ്റഡ് എന്താണ് ഇൻഫർമേഷൻ എന്താണ് മച്ച് ഓഫ് ഇറ്റ്. ഇതൊക്കെ എന്തിൻ്റെ ഫലമായിട്ടാണ്? നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ കോൺടാക്ട്സ് ഹി ഹാസ് ഡെവലപ്ഡ്. അയാൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്താണ് കോൺടാക്ട്സ് നെറ്റ്വർക്കിൽ നിന്നും എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മോണിറ്ററിൽ എന്ത് ചെയ്യുന്നത്. അയാളുടെ മാനേജറുടെ റോൾ എന്ന് പറയുന്നത് അയാളുടെ എൻവയോൺമെൻറ്റിനെ സ്കാൻ ചെയ്യുക, അയാളുടെ ലൈസൺ കോൺടാക്ട്സിൽ നിന്നും സബോർഡിനേറ്റ്സിൽ നിന്നും എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് മാക്സിമം എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. Then disseminator. In this role of disseminator, the manager passes some of his privileged information directly to his subordinate who would have otherwise have no access to it. എന്താണ്, അതായത് ഈ ഡിസെമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പരത്തുക. എന്താണ് പരത്തുക എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യില്ലേ നമ്മൾ ഇൻഫർമേഷൻസ്. ഓക്കെ, അപ്പം ആ രീതിയിലുള്ള റോളാണ് ആർക്കുള്ളത്, മാനേജർക്കുള്ളത്. മാനേജർ പാസസ് സം ഓഫ് ഹിസ് പ്രിവിലേജ്ഡ് ഇൻഫർമേഷൻ. എന്താണ്, അയാൾക്ക് മാത്രം ആക്സസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മാനേജർക്ക് മാത്രം അറിയാവുന്ന ആ ഒരു ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യുക, അയാളുടെ സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യുക, പാസ്. അവർക്ക് ആക്സസ് ഇല്ലാത്ത ഇൻഫർമേഷനാണ്, സബോർഡിനേറ്റ് ആക്സസ് ഉണ്ടാവില്ല. ആ ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യുക, സബോർഡിനേറ്റ്സിന് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഈ റോളിൽ പറയണത്. Then spokesman. In this role, the manager informs and satisfies various groups and people who influence his organization. എന്താണ്, അതായത് ഈ റോളിൽ അദ്ദേഹം എന്ത് ചെയ്യണത്, അദ്ദേഹം ഇൻഫോം ചെയ്യേണ്ടത്. മാനേജർ ഇൻഫോംസ് ആൻഡ് സാറ്റിസ്ഫൈസ് വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് പീപ്പിൾ. അവരുടെ ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് പീപ്പിളിന് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയും അവരെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദസ് ഹി അഡ്വൈസ് ഷെയർ ഹോൾഡേഴ്സ് എബൌട്ട് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അല്ല എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ പെർഫോമൻസിനെ പറ്റിയിട്ട് അഡ്വൈസ് ചെയ്യുന്നു. അഷ്യൂർ കൺസ്യൂമർ ഗ്രൂപ്പ്സ് ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് ഫുൾഫില്ലിംഗ് ഇറ്റ്സ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ കൺസ്യൂമർ ഗ്രൂപ്പ്സിൽ എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾഫിൽ ചെയ്യുന്നുണ്ട് എന്നറിയിക്കുക. അതേപോലെ സാറ്റിസ്ഫൈ ഗവൺമെൻറ്. അല്ലെ ഗവൺമെൻറ്റിനെ ഏത് രീതിയിലാണ് സാറ്റിസ്ഫൈ ചെയ്യുക, ദാറ്റ് ദ ഓർഗനൈസേഷൻ ഈസ് അബൈഡിങ് ബൈ ദ ലോ. എന്നാണ്, ആ ഓർഗനൈസേഷൻ എന്താണ് നിയമപരമായിട്ട് അല്ലെങ്കിൽ നിയമത്തെ അനുസരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നെന്ത് ചെയ്യുക, ഗവൺമെൻറ്റിനെ അറിയിക്കുക. അല്ലെ ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പോക്സ്മാനിലെ മാനേജറുടെ റോൾ എന്ന് പറയുന്നത്. അടുത്താണ് ഡിസിഷണൽ റോൾസ്. ടു ഗെറ്റ് ദ വർക്ക് ഡൺ മാനേജർ ഹാവ് ടു മേക്ക് ഡിസിഷൻസ്. എന്താണ്, സ്വാഭാവികമായിട്ടും ഒരു മാനേജർ എന്നുള്ള നിലയിൽ എന്താണ്, അദ്ദേഹത്തിന് ഒരുപാട് ഡിസിഷൻസ് എന്ത് ചെയ്യാനുണ്ടാവും, എടുക്കാനുണ്ടാവും. സോ ഇൻ പെർഫോമിംഗ് ദ ഡിസിഷൻ മേക്കിംഗ് റോൾ, മാനേജർ ആക്ട് ആസ് ആൻ എൻ്റർപ്രണർ, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് നെഗോഷിയേറ്റർ. എന്താണ്, ഡിസിഷൻ മേക്കിംഗ് റോൾ അദ്ദേഹം 4 തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. എൻ്റർപ്രണറായിട്ട്, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലറായിട്ട്, റിസോഴ്സ് അലോക്കേറ്ററായിട്ട്, നെഗോഷിയേറ്ററായിട്ട്. അപ്പോൾ എൻ്റർപ്രണേഴ്സ് നോക്കുക. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് ടു ആക്ട് ആസ് ആൻ എൻ്റർപ്രണർ വിത്തിൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ട്രൈ ടു സെറ്റ് ന്യൂ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഫോർ ഇറ്റ്. അപ്പം അദ്ദേഹത്തിന് എന്താണ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹി ഹാസ് ടു ആക്ട് ആസ് എൻ എൻ്റർപ്രണർ. അദ്ദേഹം എന്ത് ചെയ്യുക, ഒരു എൻ്റർപ്രണറായിട്ട്, ഒരു സംരംഭകനായിട്ട് എന്ത് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഒരു സംരംഭകനായിട്ട് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുകയും അതേപോലെ എന്ത് ചെയ്യുക, പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് അത് നേടിയെടുക്കാനുള്ള എന്താണ് ഒബ്ജക്റ്റീവ്സും എന്ത് ചെയ്യുക, അദ്ദേഹം ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക ഒരു എൻ്റർപ്രണർ എന്നുള്ള രീതിയിൽ. സോ ഇൻ മാനേജ്മെൻറ്റ് ഡയഗ്രാം ദേ നീഡ് ടു ബി ദ എൻ്റർപ്രണേഴ്സ് ടു ഐഡൻറ്റിഫൈ new opportunities of growth and make organization exploit such opportunities. എന്താണ്, അപ്പോൾ മാനേജ്മെൻറ്റ് ഏരിയയിൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് നീഡ് ടു ബി ദ എൻ്റർപ്രണേഴ്സ്. എന്താണ്, ആ മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്ന അത്തരത്തിലുള്ള മാനേജേഴ്സ്, എൻ്റർപ്രണറിയൽ സ്കിൽസ് ഉള്ള മാനേജേഴ്സിനെയാണ് ആരാവശ്യപ്പെടുന്നത്, മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ടു ഐഡൻറ്റിഫൈ ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ എന്താണ്, ഓർഗനൈസേഷനെ ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്ന മാനേജേഴ്സിനെയാണ് ആർക്ക് താല്പര്യം, മാനേജ്മെൻറ്റിന് താല്പര്യം.
ഇതിനടുത്ത അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, മാനേജറുടെ റോളാണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. ദ നെക്സ്റ്റ് റോൾ ഈസ് ദാറ്റ് of a disturbance handler. That is, a manager should take appropriate decisions in crisis situations like strikes, lockout, etc. to resolve the conflicts between two or more people and to take care of any unforeseen circumstances requiring urgent attention and action. എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓർഗനൈസേഷനിൽ സ്ട്രൈക്സ്, ലോക്കൗട്ട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ ഒരു ഡിസ്റ്റർബൻസിന് എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്നുള്ള റോളാണ് ഇവിടെ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലറിൽ പറയുന്നത്. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത ഏതെങ്കിലും സാഹചര്യങ്ങൾ, ആക്ട് ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ടുള്ള അറ്റൻഷനും ഒരു ശ്രദ്ധയും അതേപോലെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആക്ട് ചെയ്യുക എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ റിസോഴ്സ് അലോക്കേറ്റർ. മാനേജേഴ്സ് ഹാവ് ടു ആൾസോ ആക്ട് ആസ് എ റിസോഴ്സ് അലോക്കേറ്റേഴ്സ്. റിസോഴ്സ് അലോക്കേറ്റേഴ്സ് ആയിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. സോ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ഫോർ എനി ഓർഗനൈസേഷൻ ആൻഡ് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഹെൽപ്സ് ഇൻ മിനിമൈസിങ് ദ കോസ്റ്റ് ആൻഡ് ഇൻ ഇൻക്രീസിങ് ദ കോമ്പറ്റീവ്നെസ് ഓഫ് ദ ഫേം ഇൻ ദ മാർക്കറ്റ്. അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ റിസോഴ്സസ്, അതിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അതപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷനാണ്. ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് മാക്സിമം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, ഒപ്റ്റിമം ലെവലിൽ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഏത് രീതിയിലാണോ ഓർഗനൈസേഷന് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് ആ ലെവൽ ഓഫ് യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ റിസോഴ്സസിന് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നത് എന്തിനു സഹായിക്കും, കോസ്റ്റ് കുറയ്ക്കുന്നതിനും ആ ഓർഗനൈസേഷൻ്റെ കോമ്പറ്റിറ്റീവ്നെസ് കൂട്ടുന്നതിനും എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. ആ റിസോഴ്സ് അലോക്കേറ്റർ റോൾ. അടുത്താണ് നെഗോഷിയേറ്റർ. അനദർ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിംഗ് റോൾ ഫോർ എ മാനേജർ ഈസ് ടു ആക്ട് ആസ് എ ഫേസ് നെഗോഷിയേറ്റർ. ഒരു നല്ല നെഗോഷിയേറ്റർ ആയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു അടുത്ത പ്രധാനപ്പെട്ട റോള്. സോ നെഗോഷിയേറ്റിംഗ് പ്രൈസസ് ഓഫ് സപ്ലയേഴ്സ് വിച്ച് വെൻഡേഴ്സിൽ കച്ചവടക്കാരുമായിട്ട്, അവർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുകളുമായിട്ട് അതിൻ്റെ വിലയിൽ എന്ത് ചെയ്യുക, സപ്ലയേഴ്സിൻ്റെ വിലയിൽ എന്ത് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. അതേപോലെ നെഗോഷിയേറ്റിംഗ് സെല്ലിംഗ് പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് വിത്ത് ക്ലയൻസിലെ ക്ലയൻസുമായി സെല്ലിംഗ് പ്രൈസിൽ എന്ത് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. നെഗോഷിയേറ്റിംഗ് വിത്ത് ദ ട്രേഡ് യൂണിയൻ ഫോർ അറൈവിങ് അറ്റ് ഫെയർ കോമ്പൻസേഷൻ സ്ട്രക്ചേഴ്സ് ഫോർ വർക്കേഴ്സ്. ട്രേഡ് യൂണിയനും അതേപോലെ വർക്കേഴ്സിൻ്റെ കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻസുമായിട്ട് എന്ത് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക. ഇതൊക്കെ പ്രധാനപ്പെട്ട ചില എക്സാമ്പിൾസാണ്. അപ്പം നെഗോഷിയേറ്റർ എന്നുള്ള റോളുമാർക്കുണ്ട്, മാനേജറിന് ഉണ്ട്. സോ these are the important roles of a manager, or the basic roles of a manager. If you have any queries regarding this, please ask.